നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ട്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അന്തിമമായെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കരാറിന് അന്തിമ രൂപം നൽകിയത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ. കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് സംരക്ഷണം ഉറപ്പെന്നും കേന്ദ്രമന്ത്രി. ട്രംപിന്റെ സമ്മർദ്ദത്തിന് പ്രധാനമന്ത്രി വഴങ്ങിയെന്നും രാജ്യ താൽപര്യങ്ങൾ വിറ്റഴിച്ചെന്നും രാഹുൽ ഗാന്ധി. ലോക്സഭയിലെ പ്രതിഷേധത്തിൽ ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ അടക്കമുള്ള 8 എംപിമാരെ സസ്പെൻഡ് ചെയ്ത് സ്പീക്കർ. പ്രതിഷേധം തുടരുമെന്ന് ഹൈബി ഈഡൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. അതിരുവിട്ട് പ്രതിപക്ഷ പ്രതിഷേധം. സ്പീക്കറുടെ ഡയസിലേക്ക് 2 തവണ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച MLA-മാർ. നിർഭാഗ്യകരമെന്ന് സ്പീക്കർ. വാച്ചാൻവാഡ് പ്രകോപിപ്പിച്ചെന്ന പ്രതിപക്ഷ നേതാവ്. ബാനറിന്റെ വടിവെച്ച് വാച്ചാൻവാഡിനെ തല്ലിയെന്ന് മുഖ്യമന്ത്രി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സ്വർണ്ണക്കൊള്ളയിൽ കൊച്ചി ഓഫീസിൽ മുരാരി ബാബുവിനെ ED ചോദ്യം ചെയ്യുന്നു. സ്മാർട്ട് ക്രിയേഷൻ ഉടമ ഉൾപ്പെടെ 12 പേർക്ക് സമൻസ്. RRTS-മായി കേരളം മുന്നോട്ട്. ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. ചെലവ് 1,92,780 കോടി രൂപ. 12 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കും. ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ. കേന്ദ്ര അനുമതിക്കായി ചർച്ച നടത്താനും നീക്കം. സംഗീത സംവിധായകൻ SP വെങ്കടേഷിന് വിട. അന്ത്യം ചെന്നൈയിൽ. വിടവാങ്ങിയത് സൂപ്പർ ഹിറ്റ് സംഗീതങ്ങളുടെ സൃഷ്ടാവ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കി. മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ ആർട്ടമിസ് 2 ദൗത്യം മാറ്റിവെച്ചു. നടപടി വാതക ചോർച്ചയെ തുടർന്ന്. ഫെബ്രുവരി 8-ന് തീരുമാനിച്ചിരുന്ന വിക്ഷേപണം മാർച്ചിൽ നടത്തും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം സെമിയിൽ. അസമിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. മറ്റന്നാൾ നടക്കുന്ന സെമിയിൽ പഞ്ചാബിനെ നേരിടും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അന്തിമമായെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മോദിയുടെ നേതൃത്വത്തിലാണ് കരാറിന് അന്തിമ രൂപം നൽകിയതെന്നും കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് സംരക്ഷണം ഉറപ്പെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. माननीय प्रधानमंत्री नरेंद्र मोदी जी ने हमेशा एग्रीकल्चर और डेयरी इन दोनों सेक्टर्स को संभाला है, उनके हितों को संभाला है और इस क्षेत्र में लोगों को उज्जवल भविष्य मिले और मौके मिले, आमदनी बढ़े, उसके लिए लगातार काम किया है. कभी उनके साथ, उनके हितों के साथ समझौता माननीय प्रधानमंत्री जी ने नहीं होने दिया और मुझे खुशी है कि पूरा देश इस बात को समझता है. इस बात का उनको आकलन है और US ट्रेड डील में भी भारत के जो सेंसिटिव सेक्टर्स हैं, एग्रीकल्चर को लेके, डेयरी को लेके, उनको संरक्षित किया गया है. मैं मानता हूं कि इस ट्रेड डील से हमारे जो सूक्ष्म, लघु और मध्यम उद्योग है, MSME सेक्टर है, हमारे इंजीनियरिंग सेक्टर के सभी प्लेयर्स, चाहे ऑटो कंपोनेंट्स बनाते हो, एयरक्राफ्ट पार्ट्स बनाते हो, इंजीनियरिंग के अलग अलग प्रकार के सामान अमेरिका में बेचने का काम करते हो या भविष्य में करना चाहे, हमारे टेक्सटाइल क्षेत्र, हमारा जेम एंड ज्वेलरी सेक्टर, हमारा लेदर गुड सेक्टर, हमारा मरीन गुड सेक्टर, सभी को ढेर सारे अवसर, ढेर सारे मौके इस ट्रेड डील के माध्यम से मिलेंगे. बड़ा दुर्भाग्य है कि राहुल गांधी जैसे नकारात्मक सोच रखने वाले नेता देश को आज गुमराह या भ्रमित करने की कोशिश कर रहे हैं. मैं घोर निंदा करता हूं राहुल गांधी जी की. झूठ और फरेब के नाम पे वो लोगों को गुमराह करना चाहते हैं.
उनको देश की तरक्की से कोई लेना देना। ഇന്ത്യ US വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ട്രംപിന്റെ സമ്മർദ്ദത്തിന് പ്രധാനമന്ത്രി വഴങ്ങിയെന്നും രാജ്യത്തിന്റെ താൽപര്യങ്ങൾ വിട്ടഴിച്ചുവെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ഇന്ത്യ US വ്യാപാര കരാർ അന്തിമമാക്കാൻ എപ്സ്റ്റീൻ ഫയലും കാരണമായെന്ന് രാഹുൽ ഗാന്ധി. जो ट्रेड डील 4 महीने से रुकी हुई थी 4 महीने से कुछ बदला नहीं, किसी न किसी कारण. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ വാർത്തയെന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രതികരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് നന്ദിയെന്ന് അവർ എക്സിൽ കുറിച്ചു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇന്ത്യയിലെ ചെറുകിട കർഷകർക്കും വ്യാപാരികൾക്കും തൊഴിൽ വൈദഗ്ധ്യമുള്ളവർക്കും സാധ്യതകളുടെ ലോകം തുറന്നുകൊടുക്കുന്നുവെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ തന്നെ എക്സിൽ വ്യക്തമാക്കിയിരുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴിത്തിരിവാകും കരാറെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ നാഴികക്കല്ലെന്നും സാമ്പത്തിക സഹകരണത്തിൽ പുതിയ അധ്യായമെന്നും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ വ്യക്തമാക്കി. ലോകത്തെ 2 സുപ്രധാന ജനാധിപത്യ രാഷ്ട്രങ്ങൾക്ക് ലോകത്തിന്റെ വികസനത്തിനും സമാധാനത്തിനും നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും എക്സിൽ പ്രതികരിച്ചു. ഇന്ത്യ അമേരിക്ക കരാറിന് എല്ലാ കരാറുകളുടെയും പിതാവെന്ന വിശേഷണത്തിന് അർഹതയില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചത്. ലോക്സഭയിലെ പ്രതിഷേധത്തിൽ നടപടിയെടുത്ത സ്പീക്കർ ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള 8 എംപിമാർക്ക് സസ്പെൻഷൻ. ഈ സഭാ കാലാവധി കഴിയും വരെയാണ് സസ്പെൻഷൻ. ബഹളത്തിനിടെ മേശപ്പുറത്ത് കയറിയതിനും കടലാസുകൾ കീറിയെറിഞ്ഞതിനുമാണ് നടപടി. കേരളത്തിൽ നിന്നുള്ള എംപിമാരായ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർക്ക് പുറമെ അമരീന്ദർ സിംഗ്, രാജ വാറിംഗ്, മാണിക്യം ടാഗോർ, ഗുർജീത് സിംഗ് ഔജ്ല, പ്രശാന്ത് പട്ടോല, കിരൺകുമാർ റെഡ്ഡി, വെങ്കട്ടരാമൻ തുടങ്ങിയവരാണ് നടപടി നേരിട്ട മറ്റ് എംപിമാർ. സസ്പെൻഷനെ തുടർന്ന് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് വളപ്പിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എംപിമാർ കുറ്റപ്പെടുത്തി. ശക്തമായ പ്രതിഷേധം പാർലമെന്റിന്റെ അകത്ത് മറ്റുള്ള എംപിമാര്, ഇന്ത്യ അലയൻസിലെ മുഴുവൻ എംപിമാരും ഒറ്റക്കെട്ടായി ഇതിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള എംപിമാർ പുറത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യും. ശക്തമായി തന്നെ പാർട്ടി ഈ വിഷയം, ഇന്ത്യ അലയൻസ് ഈ വിഷയം ഏറ്റെടുക്കുക. മുൻ കരസേനാ മേധാവി MM നരാവനയുടെ പുസ്തകത്തിലെ ഭാഗം ലോക്സഭയിൽ പ്രതിപക്ഷം വീണ്ടും പരാമർശിച്ചു. എന്നാൽ വിഷയം ഉന്നയിക്കാൻ അനുമതി ലഭിച്ചില്ല. ഇതോടെ ശക്തമായി പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി. പേപ്പറുകൾ കീറിയെറിഞ്ഞു. സഭ കുറച്ചു സമയത്തേക്ക് നിർത്തിവെച്ചു. പിന്നീട് വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്യണമെന്ന് മന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. തുടർന്നാണ് സസ്പെൻഷൻ നടപടികളിലേക്ക് കടന്നത്. ഈ സഭാ കാലാവധി തീരും വരെയാണ് സസ്പെൻഷൻ. സംഭവത്തെ സ്പീക്കർ അപലപിച്ചു. പാർലമെന്ററി മര്യാദയുടെ ലംഘനമാണെന്ന് വിശേഷിപ്പിച്ച സ്പീക്കർ ബജറ്റ് സമ്മേളനത്തിൽ ഇത്തരം നടപടികൾ അനുവദിക്കില്ല എന്നും പറഞ്ഞു. ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിലെ സംഘർഷം അസാധാരണ തലത്തിൽ. സ്പീക്കറുടെ ഡയസിനകത്തേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച് അൻവർ സാദത്തും മാത്യു കുഴിനാടനും ഉൾപ്പെടെയുള്ള MLA-മാർ പരസ്പരം പോരുവിളിച്ച് ഭരണ പ്രതിപക്ഷ MLA-മാർ 2 തവണ സഭാ നടപടികൾ നിർത്തിവെച്ചു. പ്രതിപക്ഷ നടപടിയെ അപലപിച്ച് സ്പീക്കറും മുഖ്യമന്ത്രിയും രംഗത്തെത്തി. സ്വർണ്ണക്കള്ളന്മാരായ അമ്പലം വിഴുങ്ങികളെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാൻ അവസരമുണ്ടാക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. സഭ പൂർണ്ണമായും ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. മുൻ ദിവസങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായാണ് ശബരിമല വിഷയത്തിൽ ഇന്ന് പ്രതിപക്ഷം സഭയിൽ നിലപാടെടുത്തത്. ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ മുതൽ അത്യന്തം നാടകീയമായ സംഭവവികാസങ്ങളാണ് അരങ്ങേറിയത്. SITയുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നതിനാൽ കുറ്റപത്രം നൽകാൻ വൈകുന്നുവെന്നും പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങാനുള്ള അവസരം സൃഷ്ടിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചതിന് തൊട്ടുപിന്നാലെ പ്ലക്കാർഡുകളുമേന്തി നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ബഹളത്തിനിടയിലും ചോദ്യോത്തരവേള തുടർന്നത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനർ ഉയർത്തി പ്രതിഷേധം കടുപ്പിച്ചതോടെ ഭരണപക്ഷ നിരയിൽ നിന്നും ബഹളമുണ്ടായി. പോറ്റിയെ കേറ്റിയെ പാരടി ഉൾപ്പെടെ ഇരുപക്ഷത്തു നിന്നും പരസ്പരം പോർവിളികളും നടത്തി. സ്പ്രിംഗ്ലർ കേസിലെ കോടതി വിധി പരാമർശിച്ച് പ്രതിപക്ഷത്തിനെതിരെ പരിഹാസവുമായി മന്ത്രി MP രാജേഷ് രംഗത്ത് വന്നു. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് 2 കരണക്കുറ്റിക്ക് മാറി മാറി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർക്ക് പ്രഹരമേറ്റുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലേറ്റ പ്രഹരം സ്പ്രിംഗ്ലർ കേസിലാണ്. സ്പ്രിംഗ്ലർ
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിപ്പിടിച്ച ആരോപണമായിരുന്നില്ലേ? എന്താ ഈ സ്പ്രിംഗ്ലറിന്റെ കഥ? ഇതിനിടെ MLA-മാരായ അൻവർ സാദത്തും സനീഷ് കുമാർ ജോസഫും TV ഇബ്രാഹിമും ഡയസിനകത്തു കയറാൻ ശ്രമം നടത്തി. അപ്പോഴേക്കും വാച്ച് ആൻഡ് വാർഡുമാർ എത്തുകയും സ്പീക്കറെ വേഗത്തിൽ അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സഭ സംഘർഷഭരിതമായതോടെ 20 മിനിറ്റോളം നിർത്തിവെച്ചു. തുടർന്ന് 10 മണിക്ക് ആരംഭിച്ചപ്പോൾ വീണ്ടും ബഹളമായി. അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഹൈക്കോടതിയുടെ പരാമർശം പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചാണെന്ന് നിയമമന്ത്രി P. രാജീവ് ചൂണ്ടിക്കാട്ടി. ആഗോള അയ്യപ്പ സംഗമം സമൂഹത്തിനകത്ത് വലിയ തോതിലുള്ള സമ്മതി ഉണ്ടാക്കിയപ്പോൾ അവരെ അട്ടിമറിക്കാൻ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് സാർ, സ്വർണം കട്ടിട്ടുള്ളത് ആരാണ് എന്നറിയാവുന്ന ആളുകളാണ് ഈ ബാനറും പിടിച്ച് ഇവിടെ നിൽക്കുന്നത്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ MLA-മാർ വീണ്ടും ഡയസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. സഭ രണ്ടാമതും നിർത്തിവെച്ചു. വീണ്ടും ആരംഭിച്ചപ്പോൾ വാച്ച് ആൻഡ് വാർഡുമാരാണ് തങ്ങളെ പ്രകോപിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തിന്റെ നടപടിയെ സ്പീക്കറും മുഖ്യമന്ത്രിയും വിമർശിച്ചു. നിർഭാഗ്യകരമാണ്. സ്പീക്കർ ഡയസിലേക്ക് ഇരച്ചു കയറിയ രീതി ശരിയായില്ല. ജനാധിപത്യത്തിനെ കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പാലിക്കേണ്ട മര്യാദയാണ്. വാച്ച് ആൻഡ് വാർഡ് ഒന്നും ചെയ്തിട്ടില്ല. അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതും അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം പരിശോധിക്കുന്നതും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അത് അറിയാത്ത ആളായിരിക്കില്ല ബഹുമാനായ സിംഗിൾ ബെഞ്ച്. പക്ഷേ അദ്ദേഹത്തിന് ആ വാദം കേൾക്കുമ്പോൾ തോന്നിയ പ്രതികരണങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തി. തുടർന്ന് സഭ പൂർണ്ണമായും ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. സ്വർണ്ണക്കള്ളന്മാരായ അമ്പലം വിഴുങ്ങികളെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 3 പ്രധാനപ്പെട്ട നേതാക്കൾ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയിട്ടും അവർക്കെതിരായി അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടിയാണ് CPM. എന്താ അതിന്റെ മെസ്സേജ്? അച്ചടക്ക നടപടി എടുത്താൽ അവര് അടക്കമുള്ള നേതാക്കളുടെ പേര് പറയുമെന്നുള്ള ഭയമാണ്. അതേസമയം ശബരിമല വിഷയത്തിൽ സഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാരുടെ സത്യഗ്രഹ സമരം തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയും തിരുവിതാംകൂർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവിനെ ED ചോദ്യം ചെയ്യുന്നു. കൊച്ചി ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. SIT രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും കൊല്ലം വിജിലൻസ് കോടതി മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം നൽകിയിരുന്നു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേസിലെ പ്രതികൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ വിവരങ്ങൾ തേടുന്നതിനും സ്വർണ്ണക്കൊള്ളയിൽ നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകളിലുമാണ് ED അന്വേഷണം. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം അപഹരിച്ച കേസിൽ ചോദ്യം ചെയ്യലിനായാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു കൊച്ചി ED ഓഫീസിൽ ഹാജരായത്. ED കേസ് ഏറ്റെടുത്ത ശേഷം ആദ്യമായി ചോദ്യം ചെയ്യുന്ന ആളാണ് മുരാരി ബാബു. 2019 മുതൽ 2024 വരെ നടന്ന ഗൂഢാലോചനയിലെ പ്രധാന കണ്ണി മുരാരി ബാബു എന്നാണ് കേസ്. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവാണ് സ്വർണം പൊതിഞ്ഞത് എന്നതിന് പകരം ചെമ്പ് പൊതിഞ്ഞത് എന്നാക്കി മാറ്റിയത്. SITയുടെ കേസിൽ അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം നൽകിയത്. ശബരിമലയിലെ ദ്വാരപാലക കേസിൽ 2ാം പ്രതിയും കട്ടിളപ്പാളി കേസിലെ 6ാം പ്രതിയുമാണ് മുരാരി ബാബു. പ്രതികളുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ കേന്ദ്രീകരിച്ചാണ് ED അന്വേഷണം നടത്തുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മുരാരി ബാബു അടക്കമുള്ളവരുടെ വീടുകളിൽ ED നടത്തിയ പരിശോധനയിൽ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, സ്വത്തുക്കളുടെ രേഖകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യലിൽ കൂടുതൽ വ്യക്തതയുണ്ടാക്കും. സ്വർണ്ണക്കൊള്ളയിൽ നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകളിലാണ് ED അന്വേഷണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം പോലും നൽകാനാവാതെ SIT അന്വേഷണം വഴിമുട്ടുമ്പോൾ പ്രതിപട്ടികയിലുള്ളവർ സ്വാഭാവിക ജാമ്യം നേടി ഓരോരുത്തരായി പുറത്തേക്ക് വരുമ്പോഴാണ് സമാന്തരമായി ED കേസ് അന്വേഷണം തുടങ്ങുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 12ഓളം ആളുകൾക്ക് ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജികൾ വിശദമായ വാദം കേൾക്കാൻ മാറ്റി. തിങ്കളാഴ്ച കേസ് വീണ്ടും കോടതി പരിഗണിക്കും. 2 കേസുകളിലും ഒരുമിച്ച് വാദം കേട്ട ശേഷമായിരിക്കും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യ ഹർജിയിൽ വിധി പറയുക. ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് കാട്ടിയാണ് തന്ത്രി ജാമ്യഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ വിശദമായ വാദം കേൾക്കാനായി വിജിലൻസ് കോടതി ഈ മാസം 9 മാറ്റുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാനുള്ള തീരുമാനം നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയിൽ എതിർക്കാൻ UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനം. അനാവശ്യ കീഴ്വഴക്കമുണ്ടാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് നേർവിപരീതമായാണ് പ്രവർത്തിക്കുന്നതെന്നും രാഷ്ട്രീയമായി പ്രതിരോധത്തിലാണ് പ്രതിപക്ഷമെന്നും മന്ത്രി MP രാജേഷ് വിമർശിച്ചു. നിരന്തരം ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷ MLA DK മുരളിയാണ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി നൽകിയത്.
ഈ പരാതിയിൽ 23-ന് ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. ഇത് പരിഗണിക്കാനിരിക്കവെയാണ് എത്തിക്സ് കമ്മിറ്റിയിൽ രാഹുലിന് സംരക്ഷണമൊരുക്കാൻ UDF പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചത്. കുറ്റാരോപിതനെ അയോഗ്യനാക്കുന്ന കീഴ്വഴക്കം ഇല്ല എന്നും ഇതിനുള്ള അധികാരം നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ല എന്നുമാണ് UDFന്റെ നിലപാട്. എത്തിക്സ് കമ്മിറ്റിയിൽ അംഗങ്ങളായ റോജി എം ജോണും UA ലത്തീഫും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എതിർക്കും. രാഹുലിനെ അയോഗ്യനാക്കാൻ എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കി. കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല. പ്രതിപക്ഷ നിലപാടിനെ വിമർശിച്ച് പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് രംഗത്ത് വന്നു. പരാതി പോലും ഇല്ലാതെ നടപടിയെടുത്തു എന്ന് പ്രതിപക്ഷ നേതാവ് മേനി പറഞ്ഞതാണ്. പിന്നെ എന്തിനാണിപ്പോ മറിച്ചൊരു നിലപാടെടുക്കുന്നതിന്റെ താല്പര്യം എന്താ? അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാൻ എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിഷയത്തിൽ പൊതുനിലപാടാണെന്നും മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും ഞങ്ങൾ പുറത്താക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മാങ്കൂട്ടത്തിലിന്റെ നിയമസഭാംഗത്വം കളയാൻ പാടില്ലെന്നും തങ്ങളെല്ലാം ഓരോ കേസിലെ പ്രതികളാണെന്നും ആയതിനാൽ കേസിൽ പ്രതിയായി എന്നതിന്റെ പേരിൽ അയോഗ്യനാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കണമോ എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ UDF കൺവീനർ അടൂർ പ്രകാശ്. അക്കാര്യത്തിൽ UDF ഒന്നും തീരുമാനിച്ചിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ SITയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സ്ക്രീനിംഗ് കമ്മിറ്റി കാര്യങ്ങൾ വിലയിരുത്തി തീരുമാനിക്കുമെന്നും UDF കൺവീനർ അറിയിച്ചു. ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയല്ല ഇന്നിപ്പോൾ നമ്മളിവിടെ നടത്തേണ്ടത്. ഞങ്ങൾ UDFുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് തന്നെ UDFിലെ വിവിധ കക്ഷികളുമായി ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചകൾക്ക് ശേഷം ആണ് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളുന്നത്. അല്ല, അത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഈ വിന്നബിലിറ്റി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മാത്രമല്ല, സ്ക്രീനിംഗ് കമ്മിറ്റി ഇതെല്ലാം നോക്കി പരിശോധന നടത്തിയതിന് ശേഷം ഉള്ള തീരുമാനങ്ങളായിരിക്കും അന്തിമമായി വരാൻ പോകും. സിൽവർ ലൈനിന് ബദലായി സംസ്ഥാനത്ത് RRTS പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. പദ്ധതി തത്വത്തിൽ അംഗീകരിച്ചതായി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 1ാം ഘട്ടത്തിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. മെട്രോമാൻ E. ശ്രീധരന്റെ മേൽനോട്ടത്തിൽ അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനുള്ള നീക്കം കേന്ദ്രം നടത്തുകയും സംസ്ഥാന സർക്കാർ RRTS നടപ്പാക്കാനുള്ള പ്രഖ്യാപനവുമായി മുന്നോട്ടു പോവുകയും ചെയ്തത് ഏറെ ചർച്ചയായിരുന്നു. കേന്ദ്ര ബജറ്റിൽ അതിവേഗ റെയിൽ പദ്ധതിയിൽ കേരളത്തെ ഒഴിവാക്കിയപ്പോൾ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഇതിനു പിന്നാലെയാണ് RRTSുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാനം തീരുമാനമെടുത്തിരിക്കുന്നത്. പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകുന്നതായി വ്യക്തമാക്കി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ് ആദ്യഘട്ടം. RRTS സംബന്ധിച്ച് കേന്ദ്രത്തെ അറിയിക്കുകയും ക്ലിയറൻസിനായി ചർച്ച നടത്തുകയും ചെയ്യും. 1,92,780 കോടിയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 583 കിലോമീറ്റർ പദ്ധതി 12 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് നീക്കം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കി മെട്രോ റെയിലിന് സമാനമായി തൂണുകളിലും ഭൂമിക്കടിയിലൂടെയുമാണ് RRTS നിർമ്മിക്കുന്നത്. അതേസമയം മെട്രോ ട്രെയിൻ നഗരത്തിനകത്താണെങ്കിൽ ദീർഘദൂര യാത്രയാണ് RRTS കൊണ്ട് ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ നിയമസഭാംഗവുമായ EM അഗസ്തി സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നു. AICC പ്രവർത്തക സമിതി അംഗവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ തീരുമാനമെടുത്തതെന്ന് അഗസ്തി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. അരനൂറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി കഴിഞ്ഞ ഡിസംബറിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കട്ടപ്പന നഗരസഭയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു തീരുമാനം. ഇടുക്കിയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ അഗസ്തിയുടെ വിരമിക്കൽ പ്രഖ്യാപനം ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇതോടെ അഗസ്തിയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നേതൃത്വം ആരംഭിച്ചു. രമേശ് ചെന്നിത്തലയുമായുള്ള ചർച്ചയെ തുടർന്നാണ് അഗസ്തി നിലപാട് മാറ്റിയത്. മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ ആർട്ടമിസ് 2 ദൗത്യം മാറ്റിവെച്ചു. വാതക ചോർച്ച കണ്ടെത്തിയതോടെയാണ് തീരുമാനം. ഫെബ്രുവരി 8-ന് തീരുമാനിച്ചിരുന്ന വിക്ഷേപണം മാർച്ചിലേക്കാണ് മാറ്റിയത്. വൈറ്റ് ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന ഇന്ധന പരീക്ഷണത്തിലാണ് വാതക ചോർച്ച കണ്ടെത്തിയത്. മാർച്ച് 6-നും 9-നും ഇടയിലുള്ള തീയതിയാണ് വിക്ഷേപണ സാധ്യതയായി കണക്കാക്കുന്നത്.
ഇതോടെ 4 സഞ്ചാരികളുടെ ക്വാറന്റൈൻ തൽക്കാലം നിർത്തിവെക്കും. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്രോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യമായി ഒരു വനിത ചന്ദ്രനിലേക്ക് സഞ്ചരിക്കുന്ന ദൗത്യം കൂടിയാണ് ഇത്. നാസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആർട്ടിമസ് പ്രോഗ്രാമിലെ ആദ്യ മനുഷ്യ സഞ്ചാര ദൗത്യം. ബഹിരാകാശ യാത്രികർ ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരികെ വരുന്ന പരീക്ഷണ പറക്കൽ. ചന്ദ്രനിലേക്കും പിന്നീട് ചൊവ്വയിലേക്കും മനുഷ്യനെ സ്ഥിരമായി എത്തിക്കാനുള്ള നാസയുടെ ബൃഹത്തായ പദ്ധതിയുടെ നിർണായകമായ ചുവടുവയ്പ്പാണ് ആർട്ടിമസ് 2. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് ലോഞ്ച് സിസ്റ്റമാണ് വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്നത്. ഇന്റഗ്രിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഓറിയോൺ ക്യാപ്സ്യൂളിലാണ് യാത്രികർ സഞ്ചരിക്കുക. ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യമായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കോഴിക്കോട് മാവൂർ റോഡിൽ കാർ നിയന്ത്രണം വിട്ട് ഇരുചക്ര വാഹനങ്ങളിലും നിർത്തിയിട്ട കാറിലും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. പുത്തൂർ പള്ളിക്കൽ അഭിജിത്ത്, കരിമ്പനക്കൽ മുഹമ്മദ് ഷിനാൻ, കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ആദിൽ എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. പ്രധാന റോഡിന് സമീപത്തെ പോക്കറ്റ് റോഡിൽ നിന്നും അലക്ഷ്യമായി റോഡിലേക്ക് സ്കൂട്ടർ വന്നതോടെ കോഴിക്കോട് ഭാഗത്തു നിന്നും മാവൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറ് പെട്ടെന്ന് നിയന്ത്രണം വിടുകയായിരുന്നു. തുടർന്ന് കാർ റോഡരികിൽ നിർത്തിയിട്ട മറ്റൊരു കാറിലും എതിർദിശയിൽ വന്ന 3 ഇരുചക്ര വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചു. കാറിലുള്ളവർ അപകടത്തിൽപ്പെട്ട ഇരുചക്ര വാഹനങ്ങളിലുള്ളവർക്കുമാണ് പരിക്കേറ്റത്. പ്രശസ്ത സംഗീത സംവിധായകൻ ജി ദേവരാജൻ മാസ്റ്ററുടെ ഓർമ്മയിൽ എറണാകുളത്ത് സംഗീത സന്ധ്യ നടന്നു. ദേവരാജൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ദേവദാരുവിന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങമ്പുഴ പാർക്കിലാണ് ഗാനസന്ധ്യ നടന്നത്. തൃപ്പൂണിത്തുറ സ്വദേശിനിയായ പിന്നണി ഗായിക കൂടിയായ ഡോക്ടർ ഗോപികയാണ് ജി ദേവരാജൻ മാസ്റ്ററുടെ പ്രശസ്ത ഗാനങ്ങൾ ആലപിച്ചത്. ഗാനസന്ധ്യയോടനുബന്ധിച്ച് പ്രശസ്ത സംവിധായകൻ ജയരാജനെ ചടങ്ങിൽ ആദരിച്ചു. ദേവരാജൻ മാസ്റ്ററുമായി സിനിമ ചെയ്യാൻ കഴിയാതെ പോയത് തന്റെ ജീവിതത്തിലെ തീരാനഷ്ടമാണെന്ന് ജയരാജ് പറഞ്ഞു. ദേവരാജൻ മാസ്റ്റർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് AK താജുദ്ദീൻ, സെക്രട്ടറി CB ഹരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടയം ഏറ്റുമാനൂരിൽ KSEBയുടെ ഡംപിംഗ് യാർഡിൽ വൻ തീപിടുത്തം. ഏറ്റുമാനൂർ കോടതിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഡംപിംഗ് യാർഡിലാണ് തീപിടുത്തമുണ്ടായത്. കോട്ടയത്ത് നിന്നെത്തിയ അഗ്നിശമന സേന യൂണിറ്റ് ഏറെ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇലക്ട്രിക് ലൈനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീ പടർന്ന ഉടൻ KSEB ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിൽ വലിയ അപകടം ഒഴിവായി. ഏറ്റുമാനൂരിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാനായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത്. പത്തനംതിട്ട കോഴഞ്ചേരിയിൽ പമ്പയാറ്റിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. പത്തനംതിട്ട മേലെ വെട്ടിപ്പുറം സ്വദേശി 19-കാരൻ നിരഞ്ജനാണ് കാണാതായത്. കോഴഞ്ചേരി സെന്റ് തോമസ് സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ 6 പേർ പമ്പ് ഹൗസിന് സമീപമുള്ള കടവിൽ കുളിക്കുന്നതിനിടയിലാണ് നിരഞ്ജൻ ഒഴുക്കിൽപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട ഉടനെ 2 പേർ ചേർന്ന് കരയിലേക്ക് വലിച്ചടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കൈവിട്ട് വീണ്ടും ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും സ്കൂബ ടീം സംഭവസ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. മഹാമാഘ മഹോത്സവത്തോടെ കേരളം മാറുകയാണെന്ന് RSS പ്രചാരകൻ A. ജയകുമാർ. മഹാമാഘ മഹോത്സവത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. ഒരു പുതിയ ചരിത്രം രചിക്കുകയാണ് ഈ മഹ മഹോത്സവത്തോടുകൂടി. കേരളം മാറുകയാണ്. കേരളം പുതിയ ചരിത്രം രചിക്കുകയാണ്. ഒരുപക്ഷെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം അദ്ദേഹം അതിനൊരു കാരണമായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മഹാ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒഴുകിയെത്തുകയാണ് ഇവിടെ കാണുന്നത്. ജനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തുന്നതെന്ന് തോന്നുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു ആധ്യാത്മിക ചൈതന്യം. കേരളം ഒരു ഭൗതിക കേരളമല്ല, കേരളം ഒരു ആധ്യാത്മിക കേരളം ആണെന്ന് വെളിപ്പെടുകയാണ്. ജനങ്ങൾ എന്തോ ഓർത്ത് കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ ഓടിയെത്തുകയായിരുന്നു ഇവിടെ. അവർ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇവിടെ നിന്ന് അവർക്ക് പ്രസാദം വാങ്ങാനോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഈ മഹോത്സവത്തിൽ പങ്കെടുത്ത് ഇതിൻ്റെ ആധ്യാത്മികതയുടെ തലത്തിൽ അവരുടെ മനസ്സ് ലയിപ്പിച്ച് അവർ പുണ്യം നേടി അവർ സന്തോഷത്തോടെ മടങ്ങുകയാണ്. ഇത് ഞാൻ കണ്ടത് ഭാരതത്തിലെ ഹരിദ്വാറിലും നടക്കുന്ന കുംഭമേളയിലാണ്. കോടിക്കണക്കിന് ആൾക്കാർ വരുന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ അവിടെ എത്തിയിട്ട് അവർ സന്തോഷത്തോടു കൂടിയിട്ട് തിരിച്ചു പോകുന്നു. അതുപോലെ ഇവിടെയും ആൾക്കാർ ഒന്നും പ്രതീക്ഷിക്കാതെ ഇവിടെ വരുന്നു, പക്ഷേ എല്ലാവിധ അനുഭൂതിയോടുകൂടിയിട്ട് തിരിച്ചു പോകുന്നു. എനിക്കൊന്ന് കേരളത്തിന് പുതിയ ചരിത്രം രചിക്കുകയാണ്. കേരളം ആധ്യാത്മിക കേരളമായി മാറുകയാണ്. കേരളത്തിലെ ഹിന്ദു സമൂഹം കൂടുതൽ കരുത്താർജിക്കുകയാണ്. ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവർ
ഒരു നവകേരള സൃഷ്ടിക്കായിട്ട് കേരളത്തിൻ്റെ എല്ലാ തലത്തിലുള്ള മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവം ഭാരതത്തിന്റെ തനിമയുടെ പുനരാവിഷ്കാരവും ആത്മബോധത്തിന്റെ പുനർജാഗരണവുമാണെന്ന് എ ഗോപാലകൃഷ്ണൻ. ഉത്സവത്തിന് നേതൃത്വം കൊടുത്ത ശ്രീമാതാ അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം സഫലമായി തീർന്നതായും മുതിർന്ന സംഘപ്രചാരകൻ എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങൾ തീർത്ഥസ്ഥാനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. താരയതേ ഇതി തീർത്ഥ എന്നാണ് പറയാറുള്ളത്. ഏതൊരു സങ്കേതമാണോ നമ്മളുടെ പാപങ്ങളെ കഴുകിക്കളയുന്നത് അതാണ് തീർത്ഥം. ഈ നിറാനദിയുടെ ഈ സങ്കേതം ത്രിമൂർത്തി ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന ബ്രഹ്മാവ് യാഗം ചെയ്തു എന്ന് കരുതുന്ന ഈ പുണ്യഭൂമി അതുപോലുള്ളൊരു തീർത്ഥസ്ഥാനമാണ്. ഇവിടെ അനവധി വർഷങ്ങളായി മഹനീയമായ ഒരു മേള ഹിന്ദു സമാജത്തിലുള്ളവർ വന്നു ചേർന്ന് ആധ്യാത്മികമായ സദസ്സുകളും വാണിജ്യങ്ങളും ഒക്കെ നടന്നിരുന്നു. അത് പിന്നീട് രാജാക്കന്മാർ തമ്മിലുള്ള കിടമത്സരമായി അധപ്പതിച്ചു. ബ്രിട്ടീഷുകാർ അതിനെ നിരോധിച്ചു. പക്ഷേ ഇപ്പോഴും വീണ്ടും ഈ ഒരു ഉണർവ് ഹിന്ദു സമാജത്തിൽ വന്നതിന് ശേഷം സ്വാഭാവികമായി ഇവിടെ ഹിന്ദു സമൂഹം ഒരുമിച്ച് ചേർന്ന് ഈ മകം ആഘോഷിക്കുകയാണ്. മാഘമാസത്തിലെ മകം എന്നുള്ള ഈ പുണ്യ ദിവസം, ഇന്നത്തെ ദിവസം, ഇതിനു മുൻപുള്ള 10-17 ദിവസങ്ങൾ ഈ സങ്കേതത്തിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണ് വന്നത്. ഇത് ഒരു തനിമയുടെ പുനരാവിഷ്കാരമാണ്. ഇതൊരാത്മബോധത്തിൻ്റെ പുനർജാഗരണമാണ്. ഇതിന് അനവധി മഹത്തുക്കൾ, അമൃതാനന്ദമയി അമ്മയടക്കം ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇത് സഫലമായി തീർന്നു എന്നാണ് ഇത്രയും ദിവസത്തെ അനുഭവം. ഇന്നത്തെ ഈ മകം നക്ഷത്രത്തിലെ അനുഷ്ഠാനങ്ങളോടുകൂടി ഈ മേള സമാപിക്കുകയാണ്. തിരുനാവായിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവം ഇന്ന് രാത്രിയോടുകൂടി സമാപിക്കും. മാഘമാസത്തിലെ മകന്നാളായി ഇന്ന് അമൃതസ്നാനമായിരുന്നു പ്രധാന ചടങ്ങ്. സന്യാസിമാർ ഉൾപ്പെടെ ജനങ്ങൾ അമൃതസ്നാനത്തിൽ പങ്കെടുത്തു. തവനൂർ കരയിൽ മഹാദേവഘട്ടിൽ ശ്രീചക്രപൂജ നടന്നു. നിളാരതിയോടെയായിരുന്നു മഹാമാഘ മഹോത്സവത്തിന്റെ സമാപനം. കൂടുതൽ വിവരങ്ങളുമായി മഹാദേവഘാട്ടിൽ നിന്നും ടി.കെ. അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, കഴിഞ്ഞ 15 ദിവസമായി ഒരു ആത്മീയ സാംസ്കാരിക ഉത്സവമായിരുന്നു. അതിനാണ് സമാപനമാകുന്നത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമൊക്കെയായി എന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. എങ്ങനെയാണ് സമാപനമാകുമ്പോൾ? അമ്പടി, തീർച്ചയായും 271 വർഷങ്ങൾക്ക് ശേഷം നിളാതീരത്ത് വീണ്ടും മഹാമാഘ ഉത്സവം നടക്കുമ്പോൾ അത് തീർച്ചയായും കേരളീയർ നെഞ്ചിലേറ്റി എന്ന് വേണം തന്നെ പറയാൻ. വളരെയധികം നിരവധി പേരാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ഈ ഉത്സവം കാണുന്നതിനായി എത്തിയിരുന്നത്. നിരവധി പേർ എത്തി. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും അതുപോലെ ആധ്യാത്മിക രംഗത്തിൻ്റെ ഒരു പുനരുദ്ധാരണം ഇതിലൂടെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സംഘാടകർ വളരെ ചെറിയൊരു കാര്യത്തോടു കൂടിയാണ് ഇത് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് വളരെ വിപുലമായി നിരവധി പേർ, ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അല്പസമയത്തിനകം ഉത്സവത്തിന് കൊടിയിറങ്ങും. ഇവിടെ കുറച്ച് അല്പം മുമ്പാണ് മുത്തപ്പൻ വെള്ളാട്ട് ഇവിടെ സമാപിച്ചത്. ഒപ്പം തന്നെ ഇനി ഇവിടെ മഹാദേവഘട്ടിൽ ലക്ഷദീപ സമർപ്പണം നടക്കും. അതിനുശേഷമാണ് നിള ആരതി. ഈ നിള ആരതിയോടുകൂടി ഈ ഉത്സവത്തിന് സമാപനം കുറിക്കും. എന്തായാലും ഈ അവസരത്തിൽ സഭാപതി നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ ഉത്സവത്തിന്റെ അവസാന ഘട്ടം? കഴിഞ്ഞ 15 ദിവസമായിട്ട് തുടർന്നു വരുന്ന നമ്മളുടെ മഹോത്സവത്തിന്റെ പരിസമാപ്തിയാണ്. അപ്പോഴിപ്പോൾ നമുക്കിപ്പോൾ 1008 സ്ത്രീജനങ്ങൾ ചേർന്നിട്ട് അവതരിപ്പിച്ചിരുന്ന 1008 സ്ത്രീജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് വളരെ ഭക്ത്യാദരപൂർവ്വം സമർപ്പിച്ച ലളിതാ സഹസ്രനാമാർച്ചന, അത് ആലിസ് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു. സ്വാമി അധ്യാത്മാനന്ദയാണ് അതിന് അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതിനുശേഷം ഇപ്പോൾ മുത്തപ്പൻ വെള്ളാട്ട് നമ്മളുടെ യജ്ഞശാലയിൽ വളരെ ഭക്ത്യാദരപൂർവ്വം വളരെ പങ്കാളിത്തത്തോടെ നടന്നു വരുന്നത്. ഇനി നമുക്ക് ലക്ഷദ്വീപത്തിൻ്റെ തിരി കൊളുത്താൻ പോവുകയാണ്. സ്വാമി ഗുരുദാസാനന്ദ സരസ്വതിയാണ് ലക്ഷദ്വീപത്തിൻ്റെ തിരി കൊളുത്തുന്നത്. അതിനുശേഷം എല്ലാ ഭക്തജനങ്ങളും ചേർന്ന് ഇവിടെ നമുക്കുള്ള ഈ ലക്ഷദ്വീപം ഒരുമിച്ച് തെളിക്കുന്നതാണ്. അതിനുശേഷം മഹാ ആരതി, ഇന്നത്തെ ലക്ഷാർച്ചനയും മഹാ ആരതിയുമാണ്. അതിലും വളരെ അധികം ജനപങ്കാളിത്തത്തോടുകയാണ്. അത് നമ്മളുടെ പരിസമാപ്തിയാണ്. ഇന്നത്തെ മഹാരതിയും ലക്ഷാർച്ചനയോടു കൂടിയാണ് ഇന്നത്തെ ചടങ്ങ് പരിസമാപിക്കുന്നത്. നമസ്കാരം.
ഈ തരത്തിലാണ് നിരവധി ആളുകൾ ഇവിടെ എത്തുന്നത്. ഇന്നും അവസാന ദിവസമാണ് എങ്കിൽ പോലും വലിയൊരു ജനസഞ്ചയം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നീലാരതി കാണുക എന്നുള്ളതാണ് അവരെ ആഗ്രഹം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 15 ദിവസങ്ങളെ നിരവധി പേർ ഇവിടെ വന്നു. ഇപ്പോഴും നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ദിവസം കഴിയുന്നതോടുകൂടി വലിയൊരു നിരാശാബോധം, ഈ ദിവസങ്ങൾ അവസാനിക്കുകയാണ്, ഒരു നിരാശയാണ് പലരുടെയും മനസ്സിലുള്ളത്. ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണമല്ലോ എന്നുള്ള കാഴ്ചയാണ്. അതേസമയം നിരവധി കലാപരിപാടികൾ, അതുപോലെ തന്നെ സാംസ്കാരിക പരിപാടികൾ, ചർച്ചകൾ, ഇതെല്ലാം വേദിയായി. ഒരു കാലത്ത് കേരളത്തിലെ വാണിജ്യോത്സവമായിരുന്നു ഇത്, ഒപ്പം ആധ്യാത്മിക ഉത്സവമായിരുന്നു, ഒപ്പം തന്നെ വിചാരങ്ങളും ചർച്ചകളും നടന്നിരുന്ന വിചാരസത്രങ്ങളും ചർച്ചകളും നടന്നിരുന്ന ഒരു വേദിയായിരുന്നു തിരുനാവായ മണപ്പുറം. എന്തായാലും ഇത് വീണ്ടും ഇവിടെ പുനരാവിഷ്കരിക്കുമ്പോൾ നിരവധി പേർ ഇവിടെ എത്തുന്നു. ആധ്യാത്മിക രംഗത്തെ നിരവധി പ്രമുഖർ ഇവിടെ എത്തി. ഉത്തരേന്ത്യയിൽ നടക്കമുള്ള നാഗസന്യാസിമാർ ഉൾപ്പെടെയുള്ളവർ എത്തി. കേരളം പരിചയമില്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ, നേരത്തെ കുംഭമേളയിൽ മാത്രം കണ്ടിരുന്ന ഒരുപാട് അനുഭവങ്ങൾ കേരളീയർക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നീലാരതി കാണാനായി തിരുനാവായിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവം ഇന്ന് രാത്രിയോടുകൂടി സമാപിക്കും. മാഘമാസത്തിലെ മകന്നാളായി ഇന്ന് അമൃതസ്നാനമായിരുന്നു പ്രധാന ചടങ്ങ്. സന്യാസിമാർ ഉൾപ്പെടെ ജനങ്ങൾ അമൃതസ്നാനത്തിൽ പങ്കെടുത്തു. തവനൂർക്കരയിൽ മഹാദേവഘട്ടിൽ ശ്രീചക്ര പൂജ നടന്നു. നിളാരതിയോടെയായിരിക്കും മഹാമാഘ മഹോത്സവത്തിൻ്റെ സമാപനമുണ്ടാവുക. വലിയ വിശ്വാസികളുടെ ഒരു തിരക്ക് ഇന്നും ഈ സമാപന ദിവസവും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അരവിന്ദനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ദീർഘകാലത്തെ നിദ്രയ്ക്ക് ശേഷം ഹിന്ദു സമൂഹം ഉണർന്നെഴുന്നേൽക്കുന്നതിൻ്റെ ആവേശകരമായ ദൃശ്യമാണ് മഹാമാഘ മഹോത്സവത്തിൽ കണ്ടതെന്ന് മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ അമൃത വാർത്തകളോട് പറഞ്ഞു. ദീർഘകാലത്തെ നിദ്രയ്ക്ക് ശേഷം ഹിന്ദു സമാജം ഉണർന്നെഴുന്നേൽക്കുന്നതിൻ്റെ ആവേശകരമായൊരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. പൊതുവെ അനുശാസനരഹിതമായ ആ ഒരു സമൂഹത്തിൽ നിന്നും ലക്ഷാവധി ആൾക്കാർ വളരെ ഭക്തിയോടുകൂടി വ്യക്തിപരമായ എന്തെങ്കിലും ലാഭത്തിനുപരി ആധ്യാത്മികതയുടെ അന്തരീക്ഷത്തിൽ അത് അനുഭവിക്കാനും ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ചുറ്റിൽ സ്വയം ഇത്രയും തയ്യാറായി വന്നിരിക്കുന്നു. ദീർഘനേരം യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരും ഒന്നു ചേർന്ന് ഉണർന്ന് മുന്നോട്ട് വരുന്ന ഒരു ആവേശകരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. ഭാരതമാസകലം ലോകത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിതസ്ഥിതിയിൽ കേരളവും ആ ഒരു ഉണർവിൻ്റെ ഭാഗമായി തീർന്നു എന്നുള്ളത് അത്യന്തം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സമാജ ജാഗരണം അത് ലോകത്തിന് മുഴുവൻ സമാധാനത്തിനും ശാന്തിക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഭാരത വ്യാപകമായിട്ടുള്ള ഉണർവിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഹിന്ദു സമാജം അടുത്ത കാലത്ത് നമുക്കറിയാം, നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിഗംഭീരമായിട്ടുള്ള മാർഗദർശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സഞ്ചാരം നടത്തിയിരുന്നു, ധർമ്മരക്ഷായാത്ര. ആ സന്യാസിമാരുടെ ആഹ്വാനം കേരളത്തിലെ ഹിന്ദു സമാജം സ്വീകരിക്കാൻ തയ്യാറായി എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ന് ഈ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ചലനങ്ങളിലെല്ലാം തന്നെ. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ തൃശൂർ ചാലക്കുടിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് തീപിടിച്ചു. ചാലക്കുടി പുഴ പാലത്തിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. സംഭവത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു. കൊച്ചിയിലുള്ള മരുന്ന് കമ്പനിയുടെ പിക്കപ്പ് വാനും ബൈക്കുമാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ബൈക്ക് പിക്കപ്പിനടിയിലേക്ക് ഇടിച്ചു കയറിയ ഉടൻ തീപിടിക്കുകയായിരുന്നു. മലപ്പുറത്ത് മരുന്ന് വിതരണം ചെയ്ത് തിരികെ കൊച്ചിയിലേക്ക് മടങ്ങിയിരുന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ഇരു വാഹനങ്ങളും കത്തിനശിച്ചു. കാസർകോട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ വെച്ച് 10 ദിവസം മുമ്പ് കളഞ്ഞുപോയ കുട്ടിയുടെ സ്വർണ്ണ കൈചെയിൻ തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചിത്താരി സ്വദേശിനിയായ സന്ധ്യ. ഓട്ടോ ഡ്രൈവറായ ധനേഷിന്റെ നല്ല മനസ്സാണ് ഇതിന് പിന്നിൽ. ധനേഷ് തന്റെ മകനുമായി ആശുപത്രിയിൽ എത്തിയപ്പോൾ സ്വർണ്ണ ബ്രേസ്ലെറ്റ് ആശുപത്രിയിലെ കസേരയിൽ കണ്ട് അധികൃതരെ ഏൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 24-നായിരുന്നു ചിത്താരി സ്വദേശിനിയായ സന്ധ്യ
കുട്ടിയുമായി കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലെത്തിയത്. തുടർന്ന് ഡോക്ടറെ കണ്ട ശേഷം 2 ബസ്സുകളിൽ സഞ്ചരിച്ച് വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് കുട്ടിയുടെ അരപ്പവൻ തൂക്കമുള്ള സ്വർണ്ണ കൈച്ചെയിൻ നഷ്ടമായത് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് കൈച്ചെയിൻ ബസ്സിൽ വെച്ച് നഷ്ടമായെന്ന് കരുതി ദിവസങ്ങൾ സങ്കടത്തോടെ തള്ളി നീക്കുമ്പോഴാണ് കൈച്ചെയിൻ ഇവിടെയുണ്ടെന്ന് അറിയിച്ച് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിന്ന് ഫോൺ വിളി വരുന്നത്. തിരക്കിന് ശ്രദ്ധിച്ചിട്ട ബസ്സിൽ വന്നതുകൊണ്ട് വീട്ടില് എത്തിയിട്ടാണ് അറിയുന്നത്. വീട്ടിൽ കുറെ നോക്കി രാവിലെ ആയതുകൊണ്ട് വീട് ചിലപ്പോൾ ഉറപ്പുണ്ടായിട്ടാ. ബസ്സിലായതുകൊണ്ട് പിന്നെ എന്തായാലും കിട്ടിയില്ല എന്നറിഞ്ഞു. സ്വർണം നഷ്ടമായ ദിവസം തന്നെ ഭാര്യയും മകനുമായി ആശുപത്രിയിലെത്തിയ കുണ്ടംകുഴിയിലെ ധനേഷ് സ്വർണ്ണ കൈച്ചെയിൻ സന്ദർശകർക്ക് ഇരിക്കുവാനുള്ള കസേരയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഓട്ടോ ഡ്രൈവറായ ധനേഷ് സ്വർണം ആശുപത്രി കൗണ്ടറിൽ ഏൽപ്പിച്ചു. ഇത് ഞാൻ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്നേരം ഇങ്ങനെ ഇതിന്റെ ചെയറിന്റെ മേലെ ഉണ്ടായത്. മോനാണ് ആദ്യം കണ്ടത്. ഞാൻ കെട്ടിയിട്ടാകുമ്പോൾ നേരെ കൗണ്ടറിൽ അവിടെ ഏൽപ്പിച്ചു. ആശുപത്രി ജീവനക്കാരും സൂപ്രണ്ടും ചേർന്ന് അവിടെ വന്നുപോയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷ്മ പരിശോധന നടത്തി കളഞ്ഞു കിട്ടിയ സ്വർണത്തിന്റെ ഉടമയിലേക്ക് എത്തുകയായിരുന്നു. ധനേഷ് ചെയ്ത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇത്രയും സ്വർണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് കളയാൻ കൊടുക്കാൻ പോകുമല്ലോ. അതുകൊണ്ട് ഇനി സൂക്ഷിക്കണം. ജീവനക്കാരുടെയും ധനേഷിന്റെയും മുന്നിൽ വെച്ച് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷിൽ നിന്ന് നിറഞ്ഞ മനസ്സോടെ സന്ധ്യ നഷ്ടമായ സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഏറ്റുവാങ്ങി. അമൃത ന്യൂസ്, കാസർഗോഡ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ ആതിഥേയരായ അസമിനെ 3-0 തോൽപ്പിച്ചു. സിലാപത്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 17-ാം മിനിറ്റിൽ എം മനോജാണ് കേരളത്തിന്റെ ആദ്യ ഗോൾ നേടിയത്. 45-ാം മിനിറ്റിൽ മുഹമ്മദ് അജ്സൽ 2ാം ഗോൾ നേടി. ഇഞ്ചുറി ടൈമിൽ ദിൽഷാദ് അബൂബക്കർ 3ാം ഗോൾ നേടി. സെമിയിൽ പഞ്ചാബാണ് കേരളത്തിന്റെ എതിരാളികൾ.